നമസ്കാരം, ഞാൻ ജയന്താണ്. ഈ പണി എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. ജോലി ചെയ്യുന്നതിന് നമ്മൾ പണി എന്ന് പറയും, പണിക്ക് പോകുന്നു, പണിയെടുക്കുന്നു എന്ന് പറയും. അല്ലാതെ എന്തെങ്കിലുമൊക്കെ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടി അല്ലെങ്കിൽ നമുക്ക് തിരിച്ചെന്തെങ്കിലുമൊക്കെ സംഭവിച്ചു, അതിനെ നമ്മൾ പണിയെന്ന് പറയും. പക്ഷേ ഇതേപോലത്തെ ഒരു പണി ആരുടെയും ജീവിതത്തിൽ വരല്ലേ എന്ന് ആ ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ സത്യത്തിൽ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കും. കാര്യം ഒരു കുടുംബത്തിൻ്റെ എനിക്കത് പറയാൻ പറ്റുന്നില്ല, ഒരു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കുടുംബനാഥൻ്റെ മനോനില തെറ്റിക്കുന്ന രീതിക്കുള്ള ഒരു പണി പുള്ളിയുടെ വീട്ടിൽ കയറി ചെയ്യുന്നു. അതിന് പ്രതികാരം ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തി അവസാനം രണ്ടുപേരെ ചെയ്യുന്നത് നമ്മുടെ മലയാള ഫിലിമിൽ ഇതുവരെ എനിക്ക് തോന്നുന്നു മലയാളത്തിലല്ല, ഇംഗ്ലീഷിലല്ല, ഒന്നിലും കണ്ടിട്ടില്ല ഈ ഒരു സംഭവം. എന്തായാലും എനിക്ക് പറയാനുള്ളത് ജോജു ജോർജ് എന്ന് പറയുന്ന ഒരു നല്ലൊരു നടൻ, ഡയറക്ടർ, ഒരു പക്ക ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഒരു ഫസ്റ്റ് മൂവി എന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ഒരു മരണമാസ സാധനമാണ് ചെയ്തിരിക്കുന്നത്. എനിക്കൊന്നും പറയാനില്ല. പിന്നെ എടുത്ത് പറയാനുള്ളത് ജുനൈസിൻ്റെയും പിന്നെ സാഗർ സൂര്യയുടെയും അസാധ്യമായിട്ടുള്ള ഒരു അഭിനയം നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാൻ സാധിക്കും. ബിഗ് ബോസിന് ശേഷം ജുനൈസും അതിനുശേഷം സാഗർ സൂര്യയും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ചിത്രം കൂടിയാണ് പണി എന്ന് പറയുന്ന മൂവി. അസാധ്യമായി ഒരു വില്ലൻ വേഷമാണ് അവർ രണ്ടുപേരും. എങ്ങനെ ഒരു വില്ലന്മാരായിക്കൂടാ എന്ന് ഇവർ രണ്ടുപേരെയും കണ്ട് ബാക്കിയുള്ള വില്ലന്മാർ പഠിക്കണം. വില്ലന്മാരെങ്ങനെ ആയിക്കൂടാ എന്നുള്ളത് ഈ രണ്ട് വില്ലന്മാരെയും കണ്ട് ബാക്കിയുള്ള വില്ലന്മാർ പഠിക്കണം എന്നാണ് എനിക്ക് ഈ ഒരു ചിത്രം കണ്ടപ്പോഴത്തേക്ക് തോന്നിയത്. തൃശ്ശൂർ ടൗണിലെ വിറപ്പിക്കുന്ന കുറച്ച് ഗുണ്ടാ സംഘങ്ങൾക്ക് രണ്ട് വില്ലന്മാർ കൊടുക്കുന്ന ഒരു പണി ആ പണിക്ക് തിരിച്ച് പ്രതികാരം ചെയ്യാൻ പോകുന്ന ഗുണ്ടാ സംഘത്തിലെ ആൾക്കാരും പിന്നെ അവരുടെ ഫാമിലിയിലുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുമാണ് കഥ ചർച്ച ചെയ്യുന്നത്. പടം ഇറങ്ങി കുറച്ച് നാൾക്ക് ശേഷം പടം നല്ല രീതിയിൽ ചർച്ചാ വിഷയമായി മാറുകയും എല്ലാമൊക്കെ ചെയ്തു. എന്തായാലും എനിക്ക് അതുകൊണ്ടാണ് ഈ ഒരു ചിത്രത്തിന് എനിക്ക് വീണ്ടും എനിക്കിത് പറയണമെന്ന് തോന്നിയത്. എന്തായാലും വെരി നൈസ് മൂവി.